അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം ശ്രദ്ധിക്കണം, പാലിക്കണമെന്ന് വളരെ ഗൗരവമായ ഭാഷയിൽ എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശിഷ്ടകാല ജീവിതം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളെ കർശനമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇസ്ലാമിന് ഏറെ ഭീഷണിയും നഷ്ടങ്ങളുമൊക്കെ ഉണ്ടാക്കിയിരുന്ന റോമാ സാമ്രാജ്യം അതിനെ നിലക്ക് നിർത്താൻ ന്യായമായ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൈന്യത്തെ നിയോഗിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണകാരണമായ രോഗം രൂക്ഷമായപ്പോൾ തൽക്കാലം ആ സൈന്യത്തെ നിയോഗിച്ചത് പിൻവലിക്കുകയും തൽക്കാലം അത് മരവിപ്പിച്ച് നിർത്തുകയും ചെയ്തു. റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഭരണമേറ്റെടുത്ത ഉടനെ അദ്ദേഹം ചെയ്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ച ഈ സൈന്യത്തിന്റെ തുടർ നടപടികളാണ്. ആഭ്യന്തരമായ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ മദീനയിൽ തലപൊക്കുകയും ഒരുപാട് പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ചെയ്ത വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിൽ ആ സമയത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വൈദേശികമായ ഇങ്ങനെ ഒരു സൈനിക നീക്കത്തിന് ഒരുങ്ങുന്നത്. പല പ്രമുഖരായ സ്വഹാബികളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മദീനയുടെ ഉള്ളിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ ആഭ്യന്തര പ്രശ്നങ്ങളെല്ലാം കെട്ടടങ്ങിയ ശേഷമാകാം നമുക്ക് ഈ സൈന്യത്തിന്റെ നിയോഗമനം അതിനെ പറഞ്ഞയക്കുന്നതുമൊക്കെ എന്ന് പലരും പറഞ്ഞുവെങ്കിലും മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അതിന് വഴങ്ങിയില്ല. അദ്ദേഹം പറഞ്ഞത്, ലസ്തു താരികൻ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅമലു ബി ഇല്ലാ അമിൽതു ബി വഇന്നി ലഅഖ്ശാ ഇൻ തറക്തു ശൈഅൻ മിൻ നംബിഹി അന്നസീർ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത ഒരു കാര്യത്തെ ഞാൻ ഉപേക്ഷിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടക്കം കുറിച്ച കാര്യം അതല്ല റസൂൽ പറഞ്ഞ ഏതൊരു കാര്യവും അത് ഞാൻ മുടക്കം വരുത്തുകയോ ഒഴിവാക്കുകയോ ചെയ്യില്ല. അങ്ങനെ ഞാൻ ചെയ്താൽ എന്നെ അല്ലാഹു ശിക്ഷിക്കുമെന്നും ഈ ഋജുവായ വഴിയിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ ഒരു പ്രവർത്തനം ഞാൻ ചെയ്താൽ ഈ ഋജുവായ വഴിയിൽ നിന്ന് എനിക്ക് വ്യതിയാനമുണ്ടാകും. അതുകൊണ്ട് ഞാൻ അതിന് ഒരുക്കമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. തുടർന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാചകം അതിലേറെ ഗൗരവമുള്ളതാണ്. ലൗ ജറത്തിൽ ഖിലാബു ബിഅർജുലി അസ്വാജിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ റദത്തു ജയ്ശൻ വജ്ജഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കാൻ തീരുമാനിച്ച ഒരു സൈന്യത്തെ ഞാൻ ഒരിക്കലും പിൻവലിക്കുകയില്ല. റസൂലുള്ളാഹിയുടെ പത്നിമാർ അഥവാ നമ്മുടെ മാതാക്കൾ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ
അവരുടെ കാലുകൾ മദീനയിലെ പട്ടികൾ കടിച്ചു വലിച്ചു കൊണ്ടുപോയാലും ശരി, അത്രമേൽ രൂക്ഷമായ ഒരവസ്ഥ മദീനയിൽ ഉണ്ടായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ഞാൻ നടപ്പാക്കുന്നതിൽ നിന്ന് 1 ഇഞ്ച് പിറകോട്ട് പോകുന്ന പ്രശ്നമില്ല എന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അതിധീരമായ ഒരു പ്രഖ്യാപനം നടത്തുകയും ആ നിയോഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുടക്കം കുറിച്ച അക്കാര്യം മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നടപ്പാക്കുകയും ചെയ്തു. മദീനയിലെ ആഭ്യന്തരമായ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ ഒരു വൈദേശികമായ ഇടപെടലുകൾക്ക് തുടക്കം കുറിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു കാര്യം അദ്ദേഹം നടപ്പാക്കുകയും ചെയ്യുക വഴി മുസ്ലിങ്ങൾക്ക് ഒരുപാട് വിജയമുണ്ടാകുകയും ശത്രു മനസ്സിൽ ഇസ്ലാമി മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഭയം ജനിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചരിത്ര ശകലം ഞാൻ സൂചിപ്പിക്കുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളോട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങളോട്, വാക്കുകളോട്, അംഗീകാരങ്ങൾ, അതാണല്ലോ സുന്നത്ത് എന്ന് പറയുന്നത്. അതിനോട് കൃത്യമായ നിഷ്ഠ, അതിൽ കൃത്യമായ അതിനോടുള്ളൊരു പ്രതിബദ്ധത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളെ ജീവിതത്തിൽ എടുത്തണിയുന്നതിൽ കൃത്യമായ ഒരു നിലപാട് വിശ്വാസികൾക്ക് ഉണ്ടാകുമ്പോഴാണ് അവർക്ക് രക്ഷയുണ്ടാകുക എന്ന് പഠിപ്പിക്കാനാണ് ചരിത്രകാരന്മാർ ഈ ചരിത്ര ശകലം ഉദ്ധരിച്ചുകൊണ്ട് സുന്നത്തിനോട് വിശ്വാസികൾ കാണിക്കേണ്ടുന്ന പ്രതിബദ്ധതയും നിഷ്ഠയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ആരാധനകളിൽ മാത്രമല്ല, നമ്മുടെ വേഷവിധാനങ്ങളിൽ, നമ്മുടെ ഇടപെടലുകളിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, ജീവിതം മുച്ചൂടും ജീവിതത്തിന്റെ അഖില നിഖില മേഖലകളിൽ എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ തിരുചര്യയെ കൃത്യമായി അനുധാവനം ചെയ്യാൻ തയ്യാറുള്ള ഒരു ജനതയ്ക്ക് മാത്രമേ വിജയം നേടുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട്, ഇതുപോലുള്ള സംഭവങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ നിരന്തരമായി ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയിൽ നിന്ന് ഞാൻ എത്രത്തോളം അകന്നു പോകുന്നുണ്ട്, ഞാൻ എത്രത്തോളം അതിനോട് അടുക്കുന്നുണ്ട് എന്ന കൃത്യമായ വിലയിരുത്തൽ, ആത്മപരിശോധനകൾ ശരിയാംവിധം നിർവഹിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇക്കാലത്ത് ഫിത്നകൾ തഴച്ചു വളരുന്ന കാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുള്ളത്, ഇന്ന മിൻ വറായിക്കും അയ്യാമ സ്വബർ, നിങ്ങളുടെ മുമ്പിൽ ക്ഷമയുടെ ദിനങ്ങളുണ്ട്. അഥവാ ക്ഷമിക്കുകയല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്ത കുറെ നാളുകൾ നിങ്ങളുടെ മുമ്പിൽ വരാനുണ്ട്. ആ നാളുകളിൽ സുന്നത്തനുസരിച്ച് ജീവിക്കുന്ന ഒരാൾ, അവൻ തീക്കണൽ കയ്യിൽ പിടിച്ച അനുഭവമായിരിക്കും അവനുണ്ടാകുക. അത്രമേൽ പ്രയാസമായിരിക്കും സുന്നത്തനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത്. ആ പ്രക്ഷുബ്ധമായ പ്രയാസം നിറഞ്ഞ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും സുന്നത്തിനോട് നിഷ്ഠ പാലിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് മഹത്തായ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും എന്ന് റസൂലുള്ള പറഞ്ഞു. അത്തരത്തിലുള്ള ആളുകൾക്ക് മിഥ്ലു അജ്രി 50 റജുലൻ, ഒരു 50 ആള് ചെയ്യുന്ന പുണ്യകർമ്മത്തിന്റെ പ്രതിഫലം ഈ ഒരു വ്യക്തിക്ക് നേടിയെടുക്കാൻ പറ്റും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മുഴുമേഖലകളിലും ആ തിരുചര്യയോട് നമ്മൾ എത്രത്തോളം അടുത്തു നിൽക്കുന്നുണ്ട് എന്ന് പരിശോധിക്കേണ്ടതാണ്. നമ്മുടെ ഇഹപര ജീവിതത്തിന്റെ മാനദണ്ഡമായി ദീൻ നിശ്ചയിച്ചിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ എത്ര കണ്ട് അനുധാവനം ചെയ്യുന്നു എന്നതാണ്. വിശുദ്ധ ഖുർആനിന്റെ 24-ാം അധ്യായത്തിന്റെ 54-ൽ അഥവാ സൂറത്തു നൂറിന്റെ 54-ൽ അല്ലാഹു തആല പറഞ്ഞത്, വഇൻ തുതിഉഹു തഹ്തദു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ
അനുസരിച്ചാൽ തഹ്തദു, നിങ്ങൾക്ക് നേർമാർഗം സിദ്ധിക്കും, നേർമാർഗം കിട്ടും. വമാ അലർ റസൂലി ഇല്ലൽ ബലാഗുൽ മുബീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ബാധ്യത എന്ന് പറയുന്നത് വ്യക്തമായി ഈ സന്ദേശം എത്തിച്ചു തരൽ മാത്രമാണ്. ആ എത്തിച്ചു തന്ന സന്ദേശം ഇന്നും ഒരു വ്യത്യാസവുമില്ലാതെ പൂർണാർത്ഥത്തിൽ ഇവിടെ സുരക്ഷിതമാണ്. അത് അനുധാവനം ചെയ്യണം. അതാണ് രക്ഷയുടെ മാർഗം. അല്ലെങ്കിൽ ബഹുമുഖ പ്രശ്നങ്ങൾ ഉണ്ടാകും. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് ഇത് സംബന്ധമായി ചോദിച്ചു. നമുക്ക് അല്ലാഹു തആല നൽകിയ ഗ്രന്ഥം ഒന്നാണ്, നമ്മിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ഒന്നാണ്, നമ്മുടെ ഖിബില ഒന്നാണ്. ഇങ്ങനെയൊക്കെയായിരിക്കെ എങ്ങനെയാണ് ഈ ഉമ്മത്ത് വ്യതിചലിച്ചു പോകുന്നത്? ഒരേ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന, ഒരേ ഗ്രന്ഥം പ്രമാണമായി സ്വീകരിക്കുന്ന, ഒരേ ഖിബിലയിലേക്ക് തിരിഞ്ഞു നമസ്കരിക്കുന്ന ഈ ജനകൾക്കിടയിൽ, ഈ മുസ്ലിം ഉമ്മത്തിനിടയിൽ എങ്ങനെയാണ് വ്യതിയാനം സംഭവിക്കുന്നത് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയോട് അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ നമ്മിലേക്കാണ് ഇറങ്ങിയതിന്റെ പ്രഥമ അഭിസംബോധിതർ നമ്മളാണ്. അതിന്റെ അവതരണ പാശ്ചാത്തലം അറിയുന്നവർ നമ്മളാണ്. അതിന്റെ പ്രായോഗിക രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടും കണ്ടും പഠിച്ചത് നമ്മളാണ്. അതുകൊണ്ട് നമുക്ക് അതെങ്ങനെ മനസ്സിലാക്കണമെന്നറിയാം. ഇനി കാലം പിന്നിടുമ്പോൾ വിശുദ്ധ ഖുർആനിൽ ആയത്തുകൾ ഓതി അവർ തന്നിഷ്ടമനുസരിച്ച്, സ്വന്തം ഇച്ഛക്കനുസരിച്ച് ഖുർആൻ വ്യാഖ്യാനിക്കുകയും സ്വന്തം ആശയത്തിലേക്ക് ഖുർആനെ കൊണ്ടുവരികയും ചെയ്യുന്ന തലതിരിഞ്ഞ ഒരു സമൂഹം ഉണ്ടാകുമ്പോഴാണ് ഈ വിധത്തിലുള്ള ഫിത്നകൾ ഉടലെടുക്കുക എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ സൂചിപ്പിക്കുന്നത് അതെല്ലാം ഇന്ന് നമ്മൾ നിറകണ്ണുകളോടെ കാണുന്ന സാഹചര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ അത് നബി പറഞ്ഞതാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടും ആ ചര്യകളോട് തിരിഞ്ഞു നിൽക്കുകയോ അതല്ലെങ്കിൽ തന്നിഷ്ടങ്ങളെ അതിന്റെ മീതെ വെക്കുകയോ ചെയ്യുന്ന അവസ്ഥയുണ്ട്. ഒരു ഉദാഹരണം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ബഹുഭൂരിപക്ഷം ആളുകളും, പല പണ്ഡിതന്മാർ പോലും അതിൽ നിന്ന് ഒഴിവല്ല. ദീൻ പഠിച്ച ആളുകൾ പോലും അതിൽ നിന്ന് ഒഴിവല്ല. ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാരമായ കാര്യമായി ആളുകൾ കാണുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കർശനമായ ഭാഷയിൽ വിരോധിച്ചിട്ടുള്ള കാര്യമാണ്. ഈ സുന്നത്ത് സ്വീകരിക്കാൻ തയ്യാറല്ലെന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നതിന് ന്യായീകരണങ്ങളും വ്യാഖ്യാനങ്ങളും നൽകുകയും ഈ സുന്നത്തിനെതിരെ അച്ചു നിരത്തുകയും ചെയ്യുന്ന മുസ്ലിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങൾ എന്ന് പറയുന്നവരിൽ പോലും, അവരുടെ നിയന്ത്രണത്തിലുള്ള പ്രസിദ്ധീകരണങ്ങളിൽ പോലും ഈ സുന്നത്തിനെതിരെ അച്ചു നിരത്തുന്ന ആളുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇതുപോലെ, ഞാൻ ഉദാഹരണം പറഞ്ഞാണ്, ഇതുപോലെയുള്ള എത്രയോ കാര്യങ്ങൾ നമുക്ക് കാണാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാള് ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നത് കണ്ടപ്പോൾ ആ വ്യക്തി അദ്ദേഹത്തോട് റസൂൽ പറഞ്ഞു, വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കും, അതാണ് ചെയ്യേണ്ടത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കഴിയില്ല. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കയ്യിൽ എന്തെങ്കിലും പ്രയാസമുള്ളത് കൊണ്ടല്ല, എനിക്ക് സൗകര്യമല്ല എന്ന ധിക്കാര പൂർവമുള്ള പ്രതികരണമായിരുന്നു അത്. റസൂൽ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് കഴിയാതിരിക്കട്ടെ എന്ന് റസൂൽ പറഞ്ഞു. ആ പറച്ചിൽ റസൂലിന്റെ ആ പ്രസ്താവനക്ക് അവിടെ തന്നെ അതിന്റെ ഫലം കണ്ടു. ആ മനുഷ്യന്റെ ഇടത് കൈയുടെ സ്വാധീനം നഷ്ടപ്പെട്ടു പോയി എന്നും ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും ആ വ്യക്തിക്ക് തന്റെ ഇടത് കൈ ഉയർത്താൻ സാധിക്കാത്ത വിധം ആ കൈയുടെ സ്വാധീനം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിക്കുന്ന ഹദീസായാൽ അത് സഹീഹാണെന്ന കാര്യത്തിൽ മുസ്ലിം ഉമ്മത്തിനിടയിൽ തർക്കമുണ്ടാവില്ല. എല്ലാവരും തലകുലുക്കി സമ്മതിക്കുന്ന ഹദീസാണിത്.
എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഇഹലോകത്ത് വെച്ച് തന്നെ ശിക്ഷ പിടികൂടും എന്നതാണ് ഇതിന് അർത്ഥം. നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, നമ്മളുടെ ആഹാര രീതി, നമ്മുടെ വസ്ത്രധാരണ രീതി, നമ്മുടെ ഇടപെടലുകൾ, ഞാൻ നേരത്തെ എണ്ണിപ്പറഞ്ഞ ഓരോ കാര്യങ്ങളിലും അവിടെയെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യക്ക് വിരുദ്ധമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വരുന്നുണ്ടോ? നമ്മുടെ പെൺമക്കളുടെ വേഷവിധാനം, അവര് ആളുകളുമായി ഇടപഴകുന്നത് എന്ന് തുടങ്ങി അവരുടെ മുഴുവൻ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾക്ക് അനുസൃതമാണോ? നമ്മുടെ നടത്തം, നമ്മുടെ ഉറക്കം, നമ്മുടെ ഉണർച്ച, നമ്മുടെ കുളി തുടങ്ങി എല്ലാ വിഷയങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യക്ക് അനുസൃതമാണോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അതല്ല എങ്കിൽ ഇതുപോലുള്ള ശിക്ഷകൾ വരും എന്നതാണ് നമ്മെ ഇതുപോലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിൽ അദ്ദേഹം പ്രവാചകൻ നിയോഗിച്ച ഒരു സൈന്യത്തെ എന്ത് ത്യാഗം സഹിച്ചും നിയോഗിക്കാൻ അദ്ദേഹം നിഷ്ഠ കാണിച്ചതിന്റെ പിന്നിലുള്ള പ്രചോദനം ഈ ഒരു കാര്യമാണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ചര്യകളിൽ ഏറ്റവും നല്ല ചര്യ എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. എല്ലാ ഖുതുബയുടെയും മുഖപുരവയായി നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. വഖൈറുൽ ഹദി ഹദി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചര്യകളിൽ ഏറ്റവും ഉത്തമമായ ചര്യ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ചര്യയാണ്. ആ ചര്യ മുറുകെ പിടിക്കണമെന്ന മുഖപുരയോടുകൂടെയല്ലാതെ ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച് ഖുത്ബ നടത്തുന്ന ഒരു മിമ്പറിൽ നിന്നും അത് കേൾക്കാതെ പോകില്ല. എല്ലാ ആഴ്ചയിലും ആ ഒരു ബോധം ആളുകൾക്ക് നൽകിയ ശേഷമാണ് മറ്റു കാര്യങ്ങൾ പറയുക. ആ ഒരു ബോധമുണ്ടാകേണ്ടതാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇത് സംബന്ധമായി പറഞ്ഞിട്ടുള്ളത്, വിശ്വാസി സമൂഹത്തിന്റെ ജീവിതത്തിൽ അവരുടെ ഓരോ ശ്വാസത്തിലും 2 ഹിജ്റകൾ ഓരോ ശ്വാസത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കണം. 2 ഹിജ്റകൾ എന്ന് പറഞ്ഞാൽ ശിർക്ക്, ബിദ്അത്ത്, ഖുറാഫാത്ത് പോലെയുള്ള പിഴച്ച കാര്യങ്ങളിൽ നിന്ന് തൗഹീദിലേക്ക് നിരന്തരം അവൻ പലായനം നടത്തിക്കൊണ്ടിരിക്കണം. ഭയം, സൃഷ്ടികളെ കുറിച്ചുള്ള ഭയത്തിൽ നിന്ന് അള്ളാഹുവിനോടുള്ള ഭയം, സൃഷ്ടികളെ കുറിച്ചുള്ള സൃഷ്ടികളുടെ മേൽ അവരുടെ പേരിൽ തവക്കുൽ ചെയ്യുന്നതിൽ നിന്ന് അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പലായനം, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക, അവനിൽ ഭരമേൽപ്പിക്കുക, അവനിൽ ദൃഢവിശ്വാസം കാണിക്കുക തുടങ്ങി നിരന്തരമായ പലായനം നടന്നുകൊണ്ടേയിരിക്കണം. അതാണ് ഒരു പലായനം. ആ ഒരു പലായനമില്ലാത്ത ഒരു നിമിഷമോ ഒരു നിമിഷാർദ്ധമോ വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഹിജ്റ എന്ന് അദ്ദേഹം പറയുന്നത് ഓരോ ശ്വാസത്തിലും ഉണ്ടായിരിക്കേണ്ടെന്ന ഹിജ്റ എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പാലിക്കുന്നതിലാണ്. ബിദ്അത്തിനോട് പൂർണ്ണമായും അകലം പാലിച്ച് എപ്പോഴും സുന്നത്ത് നെഞ്ചോട് ചേർത്ത് ജീവിതത്തിൽ അത് എടുത്തണിഞ്ഞുകൊണ്ടുള്ള ആ ഒരു ജീവിത രീതിയാണ് അദ്ദേഹം ഹിജ്റ എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്ന രണ്ടാമത്തെ കാര്യം. ഈ വിധത്തിൽ കാര്യങ്ങൾ ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലൽ അക്മലാൻ അലൽ മബൂദി റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, ഉപദേശിക്കുന്നു. മഹാനായ സുഹൈൽ ബിൻ അബ്ദുല്ലാഹ് റഹിമഹുല്ലാഹ് എന്ന് പറയുന്ന ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു മഹാനുണ്ട്. അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള വളരെ സുപ്രധാനമായൊരു കാര്യം, നമ്മുടെ ദീനിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ഉസൂൽ എന്ന് പറയുന്നത് 6 കാര്യങ്ങളാണ്. ആ 6 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നമുക്ക് ഇഹത്തിലും പരത്തിലും വിജയം നേടാൻ പറ്റും. ഒരു വിശദീകരണവും ആവശ്യമില്ലാതെ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതാണ്.
ഒന്ന് അദ്ദേഹം പറയുന്നത് അത്തമസ്സുകു ബികിതാബില്ലാ, അള്ളാഹുവിന്റെ ഗ്രന്ഥം മുറുകെ പിടിക്കുക, ഖുർആൻ മുറുകെ പിടിക്കുക. വൽഇഖ്തിദാഉ ബിസുന്നത്തി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ അനുധാവനം ചെയ്യുക. വഅക്ലുൽ ഹലാൽ, ഹലാൽ ആഹരിക്കുക, ഹലാല് തിന്നുക. ഹലാല് തിന്നുക എന്ന് പറഞ്ഞാൽ ഹലാൽ സമ്പാദിക്കുക, അത് ആഹരിക്കുക. വഖഫുൽ അദാ, ആർക്കും ഉപദ്രവം വരുത്താതിരിക്കുക. വജ്തിനാബുൽ ആസാം, കുറ്റകൃത്യങ്ങൾ വെടിയുക, ഒഴിവാക്കുക. വഅദാഉൽ ഹുഖൂഖ്, ബാധ്യതകൾ നിർവഹിക്കുക. ഈ 6 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇഹത്തിലും പരത്തിലും നമുക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കും. അല്ലാഹു തആല ഇത്രയും കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു സൂക്ഷിച്ചു മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന വിശ്വാസികൾ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.